കറികളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. തമിഴ്നാട് സ്റ്റൈലിൽ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. രസം തയ്യാറാക്കാൻ വേണ്ടി കുരുമുളകും ജീരകവും ആദ്യം ചതച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി തൊലി കളയാതെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഉണക്കമുളക്, പിന്നെ തക്കാളി അരച്ച പേസ്റ്റ്, പുളി, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പാൻ ചൂടാക്കി നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് കടുകും മുളകും ആദ്യം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് രസം ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രസം ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചെറിയ തിള വരുമ്പോഴത്തേക്കും അടുപ്പ് ഓഫ് ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ പെപ്പർ രസം തയ്യാറായി കഴിഞ്ഞു. തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ രസം കുടിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. എല്ലാവരും ഇതുപോലെ രസം തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ.